എങ്ങനെയാണ് പുള്ളിക്കാരി? ഈ പറഞ്ഞ പോലെ മീഡിയ കാണുന്ന പോലെ തന്നെ സൈലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഷീ ഈസ് വെരി വെരി നൈസ്. തമാശയൊക്കെ പറയും. നയൻതാരയുടെ ഫീച്ചേഴ്സ് ഒക്കെ ചേട്ടൻ തന്നെ എന്ന് പറഞ്ഞല്ലോ. സ്ലിം ആയിട്ടുള്ള ഐബ്രോസ് ആയിക്കോട്ടെ, തിക്ക് ആയിട്ടുള്ള ഐബ്രോസ് ആയിക്കോട്ടെ, ഡിഫറെന്റ് സ്റ്റൈൽ ഹെയർ സ്റ്റൈൽസ് എല്ലാം നമ്മുടെ മുമ്പിൽ കുറെ ട്രെൻഡിങ് തിങ്സ് കൊണ്ട് തരുന്നത് നയൻതാരയാണ്. നയൻതാരനെ മേക്കപ്പ് ചെയ്യാൻ അവസരം കിട്ടുന്ന ദിവസം എന്താണ് യുണീക്ക് ആയിട്ടൊരു സിഗ്നേച്ചർ അവിടെ ചെയ്യാൻ പോണേ? ഞാൻ എപ്പോഴും ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള മേക്കപ്പ് ആണ്. അതുപോലെ തന്നെ ഐ ഫീൽ ലൈക്ക് നയൻതാര ഓൾസോ പ്രിഫർ ലൈക്ക് ഓൾവേസ് ലൈക്ക് ഞാൻ കണ്ടേക്കുന്നത്. എനിക്ക് ചേർന്ന് ഒരു സിമ്പിൾ ഒരു മാല എനിക്കിപ്പോ തരാൻ പറഞ്ഞ തരും. തരാൻ പറത്താരെന്ന് വെച്ചാൽ ഞാൻ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാം, പക്ഷെ എടുത്തോണ്ട് ഞങ്ങൾ മലയാളികൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ലുക്ക് ഉണ്ട്. പഴയ കൊച്ചി രാജാവിലെയും അനന്തഭദ്രത്തിലേക്ക് ഒരു ലുക്ക്. എന്നാണ് അങ്ങനത്തെ ഒരു മേക്ക് ഓവറുമായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് ചേച്ചിയെ കൊണ്ടുവരുന്നത്? ഞാൻ കാവ്യനോട് സംസാരിക്കാം. സീരിയസ്ലി നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ് അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. കുറച്ച് ജാടയായിക്കൂടെ? സീരിയസ് ആയിട്ട് ചോദിച്ചാ, കാരണം ഞങ്ങളിപ്പോ കാണുന്ന ആക്ട്രസ്മാരെ എല്ലാവരെയും ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന എല്ലാവരുടെയും ഫോട്ടോഷൂട്ടുകൾ ആയിക്കോട്ടെ എല്ലാം ഇത്രയും ഗംഭീരമാക്കി ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്ന ആള് കൂടിയാണ് ഉണ്ണിച്ചേട്ടൻ. എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ല ഒരു അല്പം ജാട എടുക്കണമെന്ന്? കാരണം ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ ഒക്കെ റെഫർ ചെയ്തപ്പോഴേ എന്ത് ഇന്നസെന്റ് ആയിട്ട് എന്ത് കൂളായിട്ടാണ് സംസാരിക്കുന്നത്. കുറച്ച് ജാടയൊക്കെ എടുക്കാൻ തോന്നുന്നില്ലേ? എടുക്ക എന്റെ അടുത്ത് എടുക്കാന്നാണോ? എന്റെ അടുത്തോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഭയങ്കര പാവമായിട്ടിരിക്കണം എപ്പോഴും. എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. ഭയങ്കര പാവമാണ്. പാവമൊന്നല്ല, എന്റെ ബേസിക് ക്യാരക്ടർ ഇങ്ങനെയാണ്. ഞാൻ എല്ലാ ഇന്റർവ്യൂ സൈലന്റ് ഒന്നും അല്ല. ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സിനെ അറിയാൻ എങ്ങനെയാണ് കംഫർട്ട് സോണിൽ മാത്രം കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കും. ഇവിടെ കുറെ പേര് ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം കുറെ നായികമാരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ ഈ വീടൊക്കെ കണ്ടിട്ടുണ്ട്. ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞ ഫോട്ടോഷൂട്ടിനൊക്കെ? ഇവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. മീര, നിഖില വിമൽ, ശ്രിന്ത, അവരൊക്കെ ഇരുന്ന സ്ഥലത്താണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. ഗൈസ്, ഞാൻ എവിടെയാ ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? ഇനി എനിക്ക് പറയാൻ പറ്റില്ല. അടുത്ത ഹോം ടൂറിന് ഞങ്ങൾ വരുമ്പോൾ എനിക്ക് ഇതുപോലെ പറയാൻ പറ്റണം, നയൻതാര ഇരുന്ന സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത് അല്ലേ? അതാണ് ഞങ്ങളുടെ ഡ്രീം. ആക്ച്വലി ശരിക്കും അങ്ങനെ ആവട്ടെ കേട്ടോ. ഞാൻ കുറച്ച് ഇന്റർവ്യൂസിൽ നോക്കിയപ്പോൾ നയൻതാരേനെ ഇപ്പോ എന്താ മേക്കപ്പ് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നു എന്ന് വിചാരിക്കില്ല, കിട്ടും. അന്ന് എന്താണ് യുണീക്ക് ആയിട്ട് ചെയ്യാൻ പോകുന്നത്? ലൈക്ക് ഇപ്പൊ നമ്മുടെ നയൻതാരയുടെ ഫീച്ചേഴ്സ് ഒക്കെ ചേട്ടൻ തന്നെ എന്ന് പറഞ്ഞല്ലോ. സ്ലിം ആയിട്ടുള്ള ഐബ്രോസ് ആയിക്കോട്ടെ, തിക്ക് ആയിട്ടുള്ള ഐബ്രോസ് ആയിക്കോട്ടെ, ഡിഫറെന്റ് സ്റ്റൈൽ ഹെയർ സ്റ്റൈൽസ് എല്ലാം നമ്മുടെ മുമ്പിൽ കുറെ ട്രെൻഡിങ് തിങ്സ് കൊണ്ട് തരുന്നത് നയൻതാരയാണ്. നയൻതാരനെ മേക്കപ്പ് ചെയ്യാൻ അവസരം കിട്ടുന്ന ദിവസം എന്താണ് യുണീക്ക് ആയിട്ടൊരു സിഗ്നേച്ചർ അവിടെ ചെയ്യാൻ പോണേ മേക്കപ്പില്? അത് ഡിപ്പെൻഡ്സ് ഓൺ ലൈക്ക് ആ ദിവസം ലൈക്ക് എന്താണ് ലുക്ക് അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് അതുപോലെ ചെയ്യും. അങ്ങനെയുള്ളൂ. എന്നാലും നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. എനിക്ക് ലൈക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എൻ്റെ ഒരു ഡ്രീം ഡേ ആണ്. നമ്മളതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമല്ലോ അങ്ങനെ ഒരു ദിവസം. കാരണം നമ്മൾ അങ്ങനെ ആലോചിച്ചാലാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ശരിക്കും വരുള്ളൂ എന്നാ പറയണേ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കളർ കോർഡിനേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലുക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള മേക്കപ്പ് ആണ്. അതുപോലെ തന്നെ ഐ ഫീൽ ലൈക്ക് നയൻതാര ഓൾസോ പ്രിഫർ ലൈക്ക് ഓൾവേസ് ലൈക്ക് ഞാൻ കണ്ടേക്കുന്നത് നാച്ചുറൽ മേക്കപ്പ്. അപ്പോൾ ആ നാച്ചുറൽ മേക്കപ്പ് തന്നെ ഞാനും പ്രിഫർ ചെയ്യും. എന്റെ ബെസ്റ്റ് എനിക്ക് ചെയ്യാം, എന്റെ മാക്സിമം ഞാൻ ചെയ്യും. അതല്ലാതെ എനിക്ക് അതിനകത്ത് സജഷൻ ഒന്നും പറയാൻ വയ്യ. പിന്നെ നയൻതാരയുടെ ഇപ്പൊ വെഡിങ് ലുക്ക് ആണെങ്കിൽ ഒരു റെഡ് സാരി, ഗ്രീൻ മാല, അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നല്ലേ നമ്മൾ അതുവരെ കണ്ടിരുന്ന ഒരു ബ്രൈഡ്സിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്ക് ഇനി ഫാഷൻ സെൻസ് കുറവായതുകൊണ്ട് അറിയില്ല, കുറേ ഒരു മേജർ ആൾക്കാരും ഇത്രയും പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ ഇത്രയും കാര്യം ഉണ്ടായിട്ട് എന്താ കാര്യം, അതപ്പോ ഇങ്ങനെ ഇത് ഈ സ്റ്റൈല് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ കുറേ അധികം ആൾക്കാരുണ്ട്. പക്ഷെ കുറേ അധികം ആൾക്കാർ വന്നിട്ട് വെറൈറ്റി ആ ഒരു യുണീക്നെസ്സിനെ അക്സെപ്റ്റ് ചെയ്തവരുണ്ട്. ആസ് എ മേക്കപ്പ് മാൻ, ആസ് എ സെലിബ്രിറ്റി മേക്കപ്പ് മാൻ, എന്താണ് അതിനോട് പറയാനുള്ളത്? അല്ലെങ്കിൽ ആ ഒരു ലുക്കിനെ പറ്റി? ഐ റിയലി ലൈക്ക് ദ ലുക്ക്. വളരെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു, യുണീക്ക് ആയിരുന്നു. ഐ റിയലി ലൈക്ക് ദ ലുക്ക്. അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ എനിക്ക് തോന്നുന്നു കുറേ അധികം ആക്സസറീസും കുറെ, ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാട്ട്. ഇന്ന് വാച്ച് ഇട്ടത് കൊണ്ട് കയ്യിൽ കുറെ സാധനങ്ങളൊക്കെ കുറവാണ്. ഞാൻ ആക്ച്വലി മനഃപൂർവ്വം ഞാൻ മാല ഇടാതെ വന്നതാ. എന്നെ ഇതുവരെ ആരും അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നും മേക്കപ്പ് ചെയ്യുകയോ സ്റ്റൈൽ ചെയ്യുകയോ അങ്ങനെ ഒന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഒരു കുഞ്ഞു റിക്വസ്റ്റ് ആണ്, എനിക്ക് ചേർന്ന എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയാൻ വലിയ സംഭവമായിട്ടില്ല, ജസ്റ്റ് ഒരു കുർത്ത, എനിക്ക് ചേർന്ന് ഒരു സിമ്പിൾ ഒരു മാല എനിക്കിപ്പോൾ തരാൻ പറഞ്ഞ തരും. തരാൻ പറത്താരെന്ന് വെച്ചാൽ ഞാൻ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാം, പക്ഷെ എടുത്തോണ്ട് എനിക്ക് മാല ഇപ്പൊ തരാൻ പറഞ്ഞ തരും. ആലോചിക്കാണ് ഉള്ളതാണോ? പോകുമ്പോ എന്നിട്ട് തിരിച്ചു മേടിക്കുമോ? എനിക്ക് മാല ഇട്ട് കാണിച്ചു തരണം കേട്ടോ. ഇതിനകത്ത് എനിക്ക് ചേരുന്ന നല്ല ഭംഗിയുള്ള മാല ഇട്ടായിരുന്നു.
എന്നിട്ട് പറയണം ഇത് ഞാൻ അവിടെ നിന്ന് കിട്ടിയ എന്താ ഞാൻ തന്നെ ഇട്ടോളാം, ഇട്ട് തരുമൊന്നും വേണ്ട, കല്യാണം കഴിക്കൊന്നും വേണ്ട, പേടിക്കണ്ട. ടെൻഷൻ, എനിക്ക് മാല വേണമെന്ന് പറഞ്ഞപ്പോ അയ്യോ അതൊക്കെ ഇട്ട് തരണം, ഇട്ട് എന്നെ കല്യാണം ഒന്നും കഴിക്കണ്ട, അങ്ങനെയൊന്നും ഞാൻ നിർബന്ധിക്കില്ല, നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പണ്ട് തൊട്ട് എല്ലാവരോടും പറയും ഇപ്പൊ സുന്ദരിയായിട്ടൊക്കെ നമ്മൾ ഒരു നീ ആരാ, നീ കാവ്യമാധവനാണെന്നാണോ വിചാരം, അങ്ങനെ പറയത്തില്ലേ? അപ്പൊ ആമ്പിള്ളേരെ ദുൽഖർ സൽമാനാണോ മമ്മൂട്ടിയാണോ ചോദിക്കുന്നില്ല, പെമ്പിള്ളേരെ കണ്ട പെമ്പിള്ളേർക്ക് ഒറ്റ പേരേ ഉള്ളൂ, ഇത് കാവ്യമാധവനാണോ, എന്താ കാവ്യമാധവനെ പോലില്ലേ, അങ്ങനെ പറയാറില്ലേ? അപ്പൊ കാവ്യമാധവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ സൗന്ദര്യ സങ്കല്പത്തിന്റെ ഒരു ശില്പി പോലത്തെ രൂപം തന്നെയാണ്. ശില്പകല അല്ലേ, ശില്പം, അങ്ങനത്തെ ഒരു രൂപം തന്നെയാണ്. ഒരു മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കിൽ, ഒരു ചെറിയ ചവ്വി, നല്ല കണ്ണ്, വാലിട്ട കണ്ണ്, അങ്ങനെയൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ കാവ്യമാധവന്റെ ഇപ്പോഴത്തെ വേണമെങ്കിൽ പോസ്റ്റൽ മേക്കപ്പ് മാൻ എന്ന് വേണമെങ്കിലും പറയാം അല്ലേ, എല്ലാ മേക്കപ്സും ആൻഡ് ഓൾസോ ഫാമിലിനെ മുഴുവൻ മേക്കപ്പ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. കാവ്യമാധവനെ മേക്കപ്പ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കുന്നില്ല, ഇപ്പൊ കുറെ സ്ഥലത്ത് പറഞ്ഞു തോന്നുന്നു കാവ്യമാധവൻ എങ്ങനെയുണ്ടെന്നുള്ളത്. കാവ്യ ചേച്ചിയുടെ ഇപ്പോഴത്തെ ലുക്കുകളെല്ലാം നല്ലതാണ്, അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾ മലയാളികൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ലുക്കുണ്ട് കാവ്യ ചേച്ചിയുടെ, പഴയ കൊച്ചി രാജാവിലെയും അനന്തഭദ്രത്തിലേക്കൊരു ലുക്ക്. എന്നാണ് അങ്ങനത്തെ ഒരു മേക്ക് ഓവറുമായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് ചേച്ചിയെ കൊണ്ടുവരുന്നത്? അതെല്ലാം സിനിമയിലുള്ള ലുക്സ് ആയിരുന്നില്ലേ, ഇപ്പൊ ഒരുപാട് മാറി, അത് എത്ര വർഷം മുമ്പുള്ളതാ. ശരിയാണ്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോഴാണെങ്കിലും ഈ വിന്റേജ് വൈബുകളെ, പഴയ വൈബുകളെ റീക്രിയേറ്റ് ചെയ്യുന്നത് ട്രെൻഡ് ഔട്ട് അല്ലല്ലോ, അത് എനിക്ക് തോന്നുന്നു ട്രെൻഡിങ് വൺ ആയിട്ടുള്ള കാര്യമാണ്. കാവ്യ ചേച്ചിനെ അങ്ങനെ കാണാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് പേര്. ഇപ്പൊ ചേട്ടനാണെങ്കിലും ചേട്ടൻ ഇന്റർവ്യൂസിലൊക്കെ കാവ്യ ചേച്ചിനെ പറ്റി ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാവരും തന്നെ ഇട്ടിട്ടുള്ളൊരു കമന്റ് ആണ് കാവ്യയുടെ പഴയ ലുക്കിനെ പറ്റി. അങ്ങനെ ഒരു മേക്ക് ഓവർ ആക്ച്വലി ആഗ്രഹമില്ലേ, അങ്ങനെ ഒന്നുകൂടെ ചേച്ചിയെ കാണണം എന്നുള്ളത്? കാരണം ചേട്ടനാണ് ഇപ്പൊ മേക്കപ്പ് മാൻ. ഞാൻ കാവ്യനോട് സംസാരിക്കാം. സീരിയസ്ലി എന്റെ പേര് പറഞ്ഞാൽ അറിയില്ല, എന്നാലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞേക്കും. ഞാനല്ല കേട്ടോ, മലയാളികൾ എല്ലാവരും ഭയങ്കര ആഗ്രഹിക്കുന്നത് ചേച്ചിയുടെ ആ പഴയ വലിയ കണ്ണെഴുതി. ഇപ്പൊ ഭയങ്കര ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോഴും കണ്ണൊക്കെ നല്ലോണം എഴുതുന്ന കൂട്ടം. ഇപ്പൊ മറ്റേ സ്മോക്കി വൈബിലേക്കൊക്കെ മാറിയില്ലേ? പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വാലിട്ടുള്ള കണ്ണ്, ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? ആക്ച്വലി ആ ഒരു ലുക്ക് കാണാൻ ശരിക്കും ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ. ഇപ്പൊ ഇവരുടെ ഫാമിലി മേക്കപ്പ് മാൻ പോലെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അല്ല എല്ലാവരും പറഞ്ഞില്ലേ? അപ്പോൾ ഇങ്ങനെ പോകുന്നതിൽ ഏറ്റവും ഇഷ്ടം ഏത് ഫാമിലിയോടെ പോണേ? മിക്ക മേക്കപ്പ് ചെയ്യുന്നവരുടെ അടുത്തും ഒരു ഫാമിലി വൈബാണ് ചേട്ടന്റെ വീഡിയോസിലൊക്കെ കാണാറുള്ളത്. അപ്പൊ അതിൽ ഇഷ്ടമുള്ളതിൽ ഏറ്റവും ഇഷ്ടം ഏത് ഫാമിലിയാണ്? ഞാൻ എപ്പോഴും സ്ഥിരം കാണുന്നതും സംസാരിക്കുന്നതെല്ലാം മീരയുടെ ഫാമിലി ആയിട്ടാണ്. മീര ചേച്ചിയായിട്ടാണ് കൂടുതൽ കമ്പനി എല്ലാം ഉള്ളത്. ഇപ്പോൾ കാവ്യ ചേച്ചിയുടെ മോളാണെങ്കിലും നമ്മുടെ മീനാക്ഷിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മീനാക്ഷി കുറച്ചൊരു ഒതുങ്ങിയ കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. ഏത് വീഡിയോസിൽ എടുത്ത് നോക്കിയാലും മീനാക്ഷിയൊന്നും അങ്ങനെ മീഡിയാസിന് മുമ്പിൽ സംസാരിക്കുന്നതേ ഞാൻ കണ്ടിട്ടില്ല. അത്രയും സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ മീനാക്ഷിക്ക് ചേട്ടനുമായിട്ട് ഭയങ്കര ഒരു കമ്പനി ബോണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ശരിക്കും അങ്ങനെ തന്നെയാണോ? അകത്തും പുറത്തും അങ്ങനെ ഭയങ്കര കാമായിട്ടുള്ള ഒരാളാണോ? ഞാൻ എന്ത് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയത്തുള്ളത് തീരുമാനിച്ചാണോ ഇങ്ങോട്ട് വന്ന് എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക. എന്നറിയോ, ഞാനിത് കഴിയുന്നില്ല, ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എന്നോട് മറുപടി പറയൂ, സഹകരിക്കൂ, പറയൂന്നേ. ഞങ്ങളുടെ മീനാക്ഷിയെ പറ്റി പറയൂ. കാരണം ഞങ്ങൾക്ക് ആർക്കും പുള്ളിക്കാരിനെ അങ്ങനെ അടുത്തറിയില്ല. നിങ്ങളാകുമ്പോഴത്തേക്കിനും മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞ കുറെ വർത്താനം പറയുമല്ലോ, സംസാരിക്കുകയൊക്കെ ചെയ്യില്ല. അപ്പൊ ഈ മീനാക്ഷിയെ പറ്റി എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ മീഡിയ കാണുന്ന പോലെ സൈലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. വെരി വെരി നൈസ്, തമാശയൊക്കെ പറയും. ആരെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടൊരു കൺസേൺ ഉണ്ടാവുമല്ലോ, അവരുടെ ഫീച്ചേഴ്സിനെ പറ്റി കൺസേൺ ഉള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെ പറ്റിയൊക്കെ പറയാൻ നേരത്തേക്കിനെ അങ്ങനെ കൺസേൺ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ആരെങ്കിലും തിരിച്ച് ദേഷ്യപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് ഇല്ല, ദേഷ്യപ്പെട്ടുള്ള എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റുകയോ അങ്ങനെയുള്ള മെമ്മറീസ് ഒന്നുമേ ഉണ്ടായിട്ടില്ല. ഈ വെഡിങ് കുറേ ബ്രൈഡ്സിനെ ചെയ്തിട്ടുണ്ടല്ലോ, 10,000 ബ്രൈഡ്സിനെ ഒരുക്കിയിട്ടുള്ളൊരു മഹാനാട്ടോ. അങ്ങനെ ഒരാളുടെ മുമ്പിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഒരുക്കിയിട്ടുള്ള വിവാഹത്തിന് ഒരുക്കിയിട്ടുള്ള ബ്രൈഡ്സിനെ മേക്കപ്പ് ചെയ്യുന്ന ഒരു ടൈമിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, ഗുഡ് ആയിരിക്കും, ബാഡ് ആയിരിക്കും, സാഡ് ആയിരിക്കും, ഹാപ്പിയസ്റ്റ് ആയിരിക്കും, എനിത്തിങ്, ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഓർ ഇൻസിഡന്റ് പറയാൻ പറഞ്ഞു. ഞാനിത് എന്റെ മിക്ക ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കാവ്യയുടെ വെഡിങ് ചെയ്ത് തന്നെയായിരുന്നു ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു. അന്ന് 2 ദിവസം മുമ്പാണ് അറിഞ്ഞത്. അതുകൊണ്ട് മാത്രമല്ല, കാവ്യയുടെ വെഡിങ് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നല്ലോ. ഫോർ മീ ഓൾസോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ. വെഡിങ് ഡേയിൽ കാവ്യനെ ഒരുക്കാൻ പോകുമ്പോൾ ആക്ച്വലി അപ്പോഴല്ലേ അറിയുന്നത്, ഷൂട്ടാന്ന് വിചാരിച്ചിരുന്നു, അപ്പോഴാണ് കല്യാണമാണെന്ന് അറിയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരുന്നോ? അന്നത്തെ മേക്കപ്പ് ഒരു സ്പെഷ്യൽ ആണല്ലോ. ഡെഫിനറ്റ്ലി ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഭയങ്കര പേടിയല്ല, ടെൻഷൻ ഐ മീൻ ലൈക്ക് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. നമ്മുടെ നിഖില എങ്ങനെയാ ആള്?
അങ്ങനെയല്ല കേട്ടോ. അതായത് നിഖില ചേച്ചിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടി. ഇപ്പൊ ഈ സീറ്റിൽ നിഖില ചേച്ചിയാണ് ഇരിക്കുന്നത്, ഞാൻ ഇത്ര ഫ്രീ ആയിട്ടിരുന്നായിരിക്കത്തില്ല സംസാരിക്കുന്നത്. ചേച്ചിയായിട്ട് എനിക്ക് നിഖിലിനെ പോലെ ആകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് നിങ്ങളുടെ മുന്നിൽ. എന്താ ഇവര് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? സെയിം ക്വസ്റ്റ്യൻസിന് മറുപടി പറയാം. സെയിം ക്വസ്റ്റ്യൻ അല്ല, കുറച്ച് വ്യത്യാസമൊക്കെ ക്വസ്റ്റ്യൻസിന്.